ഈശോയിൽ പ്രിയമുള്ളവരാ, ഒരമ്മയ്ക്ക് 2 മക്കളുണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. അതിലൊരാൾ, മൂത്തയാൾ വളരെ ഹെൽത്തി ആയിട്ടാണ് ജനിച്ചത്. രണ്ടാമത്തെ ആൾ കാഴ്ചയില്ലാതെയാണ് ജനിച്ചതെന്ന് വിചാരിക്കാം. അപ്പം രണ്ടാമത്തെ ആൾ കാഴ്ചയില്ലാതെ ജനിച്ചതുകൊണ്ട് അമ്മ എപ്പോഴും ഈ മൂത്തയാളോട് പറയും, നീ എവിടെ പോകുമ്പോഴും അവനെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ നീ അവൻ്റെ കൂടെ നടക്കണം, അവന് പുസ്തകമൊക്കെ വായിച്ചു കൊടുക്കണം, അവന് നീ ഭക്ഷണം എടുത്തു കൊടുക്കണം. അങ്ങനെ അവന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഈ മൂത്ത കുട്ടിയോട് പറഞ്ഞിട്ട് അവനാണ് ഇവനെ ഹെൽപ്പ് ചെയ്ത് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു വീട്ടിൽ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കമുള്ള ഒരു വീടാണെങ്കിൽ മൂത്ത മകൻ ജനിക്കുന്നു, പലപ്പോഴും താഴെയുള്ള മക്കളെയൊക്കെ നോക്കുന്നത് അവരായിരിക്കും അല്ലേ. ഇനി സാമ്പത്തികമില്ലാത്തത് കൊണ്ട് ചിലർ പഠനം ഉപേക്ഷിച്ചിട്ട് അനിയന്മാരൊക്കെ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്വന്തം ഫ്യൂച്ചർ ശ്രദ്ധിക്കാതെ ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഇതുപോലെയുള്ള സാക്രിഫൈസുകളും ഇതുപോലെയുള്ള എന്താ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർന്നതാണ് ഒരു മനുഷ്യനെ അവൻ്റെ ഡിവൈൻ സൈഡ് എക്സ്പ്ലോർ ചെയ്യുന്ന രീതി. അതായത് ഇതൊക്കെ ചേർന്നതാണ് ചില മനുഷ്യന്മാരുടെ ജീവിതം അല്ലേ. സാക്രിഫൈസുകൾ ഉണ്ട് അതിൽ. ഇനി നിങ്ങൾ ജനിച്ച വീട്ടിൽ സാമ്പത്തികമായിട്ട് ഇല്ലാത്തൊരു വീട്ടിൽ നിങ്ങൾ ജനിക്കുന്നു. നിങ്ങളുടെ അപ്പൻ മദ്യപാനിയാണ്, നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇല്ല. നിങ്ങളെ പഠിപ്പിക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിച്ചു. ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളുകൾ പുരോഗമിച്ചു എങ്കിലും നല്ലൊരു വിദ്യാഭ്യാസം നിങ്ങൾക്ക് തരാൻ പറ്റിയില്ല. ഇനി നിങ്ങൾ അർഹിക്കുന്നതാണ് ഉപരിപഠനം, പക്ഷെ ഉപരിപഠനത്തിന് വേണ്ട സാമ്പത്തികം നിങ്ങളുടെ ഫാമിലിയിൽ ഇല്ല. അപ്പോൾ അവിടെയും കാര്യങ്ങളൊക്കെ ഇംപെർഫെക്റ്റ് ആണ്. സോ റിലേഷൻഷിപ്പുകൾ ഇംപെർഫെക്റ്റ് ആണ്, ജീവിതം ഇംപെർഫെക്റ്റ് ആണ്, ബന്ധങ്ങൾ ഇംപെർഫെക്റ്റ് ആണ്. എന്നിട്ട് ഇതിനെല്ലാം നിങ്ങൾ അങ്ങ് സ്വീകരിച്ച നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു ജീവിത പങ്കാളിയുടെ കാര്യം വരുമ്പോൾ അത് പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ സഹോദരിയെ പഠിപ്പിക്കാൻ തയ്യാറായ ഒരു സഹോദരൻ അല്ലെങ്കിൽ സിബിലിങ്സിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന നിങ്ങൾ, നിങ്ങളുടെ കുടുംബ സാഹചര്യങ്ങൾ ഇതിങ്ങനെയാണ് എന്ന് അക്സെപ്റ്റ് ചെയ്ത നിങ്ങൾ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒന്നും എത്താൻ പറ്റാത്തതൊക്കെ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ് എന്ന് വിശ്വസിക്കുന്ന നിങ്ങൾ, എന്തുകൊണ്ടാണ് ഈ ലൈഫ് പാർട്ട്ണർ എന്ന് പറയുന്ന ആളും അങ്ങനെ ഒരു അക്സെപ്റ്റൻസോട് കൂടെ നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്തത്? ഒന്നാമത്തെ കാര്യം, അതിപ്പോൾ എൻ്റെ അപ്പനും അമ്മയും വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്, പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു ലൈഫാണ് കിട്ടിയത്, ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ആ ഒരു മൈൻഡ് സെറ്റ് എന്തുകൊണ്ടാണ് മാരേജിൽ വരാത്തത്? ഇനി രണ്ടാമത്തെ കാര്യം, ജീവിതം വളരെ പെർഫെക്റ്റായിട്ട് പോകുന്ന മനുഷ്യന്മാർ ഇല്ല. ഒരു തരത്തിൽ അവർ ഒരു കാര്യത്തിൽ ബെറ്ററായിട്ട് പോകുന്നുണ്ടെങ്കിൽ അടുത്ത കാര്യത്തിൽ എവിടെയെങ്കിലും ഒരു കുറവുണ്ടല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്കൊരു മാരേജിലോട്ട് വരുമ്പോൾ മാത്രം അവിടെ എല്ലാ കണ്ടീഷനുകളും ടിക്കായിട്ട് പോയിട്ട് ഓക്കെ ആയിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? മാതാപിതാക്കൾ അവരുടെ കുറവുകളോടെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന നമ്മുടെ കുറവുകളോടെ മാതാപിതാക്കൾ അക്സെപ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന നമ്മുടെ സിബ്ലിങ്സൊക്കെ നമ്മളെ വേദനിപ്പിച്ചാലും മുറിപ്പെടുത്തിയാലും സാരമില്ല, പോട്ടെ, അവൻ എൻ്റെ അനിയനാ, ഞങ്ങൾ ഒരു രക്തമാണ്, ഞങ്ങൾ ഒരു വയറ്റിൽ പറഞ്ഞതാണ്, അപ്പം ഞാൻ അവനോട് ക്ഷമിക്കും, ഞാൻ അവനെ അങ്ങനെയൊക്കെ വിചാരിക്കുന്ന എന്തുകൊണ്ടാണ് ജീവിത പങ്കാളിയുടെ കാര്യം വരുമ്പോൾ ഒരുപാട് ഡിമാൻഡുകളും ഒരുപാട് കണ്ടീഷൻസും ഒക്കെ വെക്കുന്നത്? ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഫസ്റ്റ് പാർട്ടാണിത്. മറ്റൊന്ന്, ഈ മുറിവേറ്റ മനുഷ്യരൊക്കെ എവിടേക്കാണ് പോകേണ്ടത്? ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുന്നു, ആ കുഞ്ഞ് ജനിക്കുന്നത് സാമ്പത്തികമില്ലാത്ത വീട്ടിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ കുഞ്ഞ് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അതൊക്കെ കുഞ്ഞിൻ്റെ മനസ്സിനെ ബാധിക്കുന്നുണ്ടാവും. ഇനി മാതാപിതാക്കൾ തമ്മിൽ സ്വരച്ചേർച്ചയില്ലാത്ത വീട്ടിൽ ജീവിക്കുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞിനെ അത് മാനസികമായിട്ട് ബാധിക്കുന്നുണ്ടാകും. ഇനി ജീവിതത്തിലെ തിക്താനുഭവങ്ങൾ, മോശം എക്സ്പീരിയൻസുകൾ, അബ്യൂസുകൾ, സെക്ഷൽ അബ്യൂസ് ആകാം, മെൻ്റൽ അബ്യൂസ് ആവാം, അമിതമായി ശിക്ഷിക്കുന്ന അമ്മ, സ്നേഹം പ്രകടിപ്പിക്കാത്ത അപ്പൻ, ഒന്നും അന്വേഷിക്കാത്ത മാതാപിതാക്കൾ, അങ്ങനെ ഒരു സാഹചര്യത്തിലുള്ളവരാവാം. ഇനി ഏതെങ്കിലും പ്രായത്തിൽ ഓരോ കാലഘട്ടത്തിൽ ഓരോ ചേഞ്ചസ് ഉണ്ടാവില്ല, നമ്മുടെ ബോഡിയിൽ ചേഞ്ച് ഉണ്ടാവും, മൈൻഡിൽ ചേഞ്ച് ഉണ്ടാവും. ആ സമയത്ത് തെറ്റായ വഴിയിൽ പോയവർ, തെറ്റുകൾ ചെയ്തവർ, എന്തെങ്കിലും ഡ്രഗ് ഉപയോഗത്തിലൊക്കെ പെട്ടുപോയവർ, അത് ജീവിതത്തിൻ്റെ അറിവില്ലാത്ത കാലത്ത് ആരൊക്കെയോ അവരെ പറ്റിച്ചും, ആരൊക്കെയോ ഇപ്പോൾ പെൺപിള്ളേരൊക്കെ ഒരുപാട്, ഇപ്പോഴത്തെ കാര്യം എനിക്കറിയില്ല, ഞങ്ങളുടെ സമയത്തൊക്കെ അങ്ങനെ ഒന്നും സംഭവിക്കുന്ന കരുതിയിട്ടൊന്നല്ല ഒന്നിനും പോകുന്നത്, പക്ഷെ അങ്ങനെയൊക്കെ അങ്ങ് സംഭവിച്ചു പോവാണ്. അങ്ങനെയൊന്നും ആവുന്ന കരുതിയിട്ടല്ല ഫോട്ടോ അയച്ചു കൊടുക്കുന്നത്, വീഡിയോ കോൾ ചെയ്യുന്നത്. പക്ഷെ ആ ട്രസ്റ്റ്, പൂർണ്ണ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഒരു റിലേഷൻഷിപ്പിലേക്ക് അവർ പോയത്, പക്ഷെ അവിടെ ചതിക്കപ്പെടുന്നു. ഇതൊക്കെ സംഭവിച്ച മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറയുന്നത് മുറിവേറ്റ മനസ്സാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ആപ്പിൾ മേടിക്കാൻ പോയപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്നത് വളരെ പെർഫെക്റ്റായ ആപ്പിളുകൾ മാത്രമായിരിക്കും. മനുഷ്യന്മാരെ നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ ജീവിത പങ്കാളി എന്തൊക്കെ മോശം അനുഭവങ്ങളിലൂടെയാണ് ജനിച്ചപ്പോൾ മുതൽ കടന്നു വന്നത് എന്നതിന് നിങ്ങളുമായിട്ടൊരു ബന്ധമുണ്ട്. ആ മുറിവുകളും അസ്വസ്ഥതകളും സ്ട്രഗിളുകളും, ഇപ്പം അമ്മയുടെ സ്നേഹം കിട്ടാത്ത ഒരു ആൺകൊച്ച് എന്ന് പറയുന്നത് വളരെ മെൻ്റൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അവർക്കൊരു സ്ത്രീ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല.
ഇനി സിബിലിങ്സ് ആയിട്ടൊന്നും കണക്ഷൻ ഇല്ല, ഒരു ഒറ്റയാനെ പോലെ ജീവിക്കുന്ന, അല്ലെങ്കിൽ വളരെ പണ്ടേ ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, കുടുംബമായിട്ടൊന്നും ബന്ധമില്ല, പൈസ അയച്ചുകളിൽ മാത്രമേ ബന്ധമുള്ളൂ, ഒരു ഏകാന്തതയിൽ താമസിച്ചു, വിദേശത്ത് ജോലിക്ക് പോകേണ്ടി വന്നു. ഇങ്ങനത്തെ നിരവധിയായ കുടുംബ പശ്ചാത്തലങ്ങളുള്ള നിരവധിയായ അൺഫെയർ ആയ കാര്യങ്ങൾ ലൈഫിൽ നടന്ന ഒരു വലിയ വിഭാഗം മനുഷ്യരുണ്ട്. അതാണ് കൂടുതലും ഉള്ളത്, അവരാണ് കൂടുതലും ഉള്ളത്. നല്ല പെർഫെക്റ്റ് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ജനിക്കുന്ന, നല്ല കൃത്യമായ വിദ്യാഭ്യാസം കിട്ടുന്ന, നല്ല ജോലി കിട്ടുന്ന, കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യന്മാരൊക്കെ വളരെ കുറവാണ്. ഇനി അഥവാ സപ്പോസ് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് അവരുടേതായ മെൻ്റൽ സ്ട്രഗിളുണ്ട്. അതായത് നമ്മളൊരു കടയിൽ പോയിട്ട് ആപ്പിൾ തിരഞ്ഞെടുക്കുമ്പോൾ കേടുവരാത്തത് അല്ലെങ്കിൽ കുഴപ്പമില്ലാത്തത് തിരഞ്ഞെടുക്കണ പോലെ നിങ്ങൾക്ക് പങ്കാളികളെ തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. അവരൊരുപാട് മാനസിക സംഘർഷത്തിലൂടെ ഒക്കെ കടന്നുപോയ മനുഷ്യരായിരിക്കും ദൈവം നിങ്ങളുടെ കൈവെള്ളയിൽ വെച്ച് തരുന്നത്. എന്നാ ഇവനെ എടുത്തോ എന്ന് പറഞ്ഞ് ആ എടുത്തോ എന്ന് പറയലിൽ ആ മുറിവേറ്റ മനുഷ്യനെ നിനക്ക് സൗഖ്യപ്പെടുത്താനൊന്ന് ശ്രമിക്കാമോ എന്നൊരു ചോദ്യമാണ്. അപ്പം നമ്മൾ പറയണത് ശരിയാണ്. ഞാനാണ് സെലക്ട് ചെയ്യുന്നത് എൻ്റെ പാർട്ട്ണറെ. ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ, നല്ല ജോലി ഉണ്ടോ, സെറ്റിൽഡ് ആണോ, എങ്ങനെയാണ് ഫാമിലി പശ്ചാത്തലമൊക്കെ ശരിയാണോ, ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾ കല്യാണം കഴിച്ചാലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ഫാമിലിയിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ചില ദുശ്ശീലങ്ങളുണ്ട്, ചെറുപ്പത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇവരെ നമ്മൾ വിട്ടുകളഞ്ഞാൽ, ഇവരെ നമ്മൾ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരുന്നാൽ, ഇവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതിരുന്നാൽ അവരൊക്കെ പിന്നെ എന്താ ചെയ്യണ്ടേ? അപ്പോൾ സ്വർഗത്തിലെ അപ്പം മുകളിൽ ഇരുന്ന് നോക്കിയിട്ട് ഒരു എന്താ പറയുക, ഓട്ടിസമുള്ള കുഞ്ഞിനെ കണ്ടിട്ട് ഈ ഓട്ടിസമുള്ള കുഞ്ഞിനെ ഈ മാതാപിതാക്കൾക്ക് കൊടുത്താൽ ഇവർ നന്നായി നോക്കുമെന്ന് പറയുന്ന ആ കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ആ ഒരു കാര്യം കേട്ടിട്ടുണ്ട്. അപ്പോൾ ചില ആണുങ്ങളെയും ചില സ്ത്രീകളെയും ചില പുരുഷന്മാരെ ചില ആമക്കൾ ഇവരൊക്കെ നിങ്ങളുടെ കയ്യിൽ വെച്ച് തന്നിരിക്കുക. നിങ്ങളൊന്ന് നോക്ക് ഇവർ ശരിയാവുമെന്ന്. ഇനി പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ എന്ന് പറയും. ഞാൻ തന്നെയും പറഞ്ഞിട്ടുണ്ട്, നാർസിസിസ്റ്റിക് പേഴ്സൻ്റെ കൂടെ ജീവിക്കാൻ വലിയ പാടാണ്. നാർസിസിസ്റ്റിക് പേഴ്സൻ്റെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭ്രാന്ത് വരെ പിടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ എങ്ങനെ ഉണ്ടാവുന്നത്? അവർ ജനിച്ചപ്പോൾ ഞാൻ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് പൊക്കോളാം ഭൂമിയിലേക്കെന്ന് പറഞ്ഞിട്ട് വരണതല്ല. അവരുടെ മാതാപിതാക്കൾ അവരെ മെൻ്റലി ടോർച്ചർ ചെയ്യുന്നത് വഴി. ഹിറ്റ്ലറിന് എങ്ങനെയാണ് അങ്ങനത്തെ ക്യാരക്ടർ വന്നതെന്നറിയാം. അവരുടെ ഏതോ ഒരു ആരൊക്കെയോ അവർ ഒരുപാട് ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർ കൃത്യമായ കെയർ കിട്ടാതെയും ചില കാര്യങ്ങളെ കണ്ടതിൻ്റെ ഭാഗമായിട്ട് മനസ്സ് ഒരു നാർസിസ്റ്റിക് ഒരു കരുണയില്ലാത്ത മനസ്സായിട്ട് മാറിയിരിക്കുന്നതാണ്. പെറ്റമ്മ കരുണ കാണിക്കാത്ത മക്കളുണ്ട്. പെറ്റമ്മ ഒന്ന് അടുത്തിരുന്ന് തലയിൽ തലോടി നിനക്ക് എന്താണ് പ്രശ്നം മോനെ എന്ന് ചോദിക്കാത്ത ആമക്കളുണ്ട്. അതുപോലെ മാതാപിതാക്കളുമായിട്ട് മാനസികമായിട്ട് അകലെ നിൽക്കുന്ന പെൺമക്കളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ബാല്യം തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മനുഷ്യൻ ഇങ്ങനത്തെ പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ ഉണ്ടാവാതെ പിന്നെ എന്താ ചെയ്യുക? അപ്പോൾ നാർസിസിസ്റ്റ് ആളുടെ കൂടെ ജീവിക്കാൻ ഞാൻ പറയില്ല, കാരണം അത് മാനസികമായിട്ട് നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈശോ പറയുന്നുണ്ട്, എനിക്ക് ഈശോയോട് ഒരുപാട് പരാതിയുണ്ട്. അങ്ങനെ എന്താ അങ്ങനെ പറയുന്നത്? എനിക്കൊരു ലൈഫല്ലേ ഉള്ളൂ, എനിക്ക് സന്തോഷിക്കണ്ടേ, എനിക്ക് സമാധാനത്തിൽ ജീവിക്കണ്ടേ, എനിക്കൊന്ന് ജീവിതം എൻജോയ് ചെയ്യണ്ടേ? അപ്പോൾ ഈശോ എന്നോട് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളോടൊക്കെ പറയുന്നത്, നിന്നെ ഞാൻ നോക്കിക്കോളാം, നിൻ്റെ സന്തോഷങ്ങൾക്കൊക്കെ ഞാനൊരു വഴി ഉണ്ടാക്കി തരാം, പക്ഷെ നീ ഇവനും കൂടെ ഒന്ന് ചേർത്ത് പിടിക്കണം. ഇവൾക്ക് ചില ഫോബിയാസ് ഉണ്ട്. ഇവൾക്ക് ആണുങ്ങളെ കാണുമ്പോൾ പേടി ഉണ്ടാവും, ചിലപ്പോൾ ഈ അബ്യൂസൊക്കെ നേരിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഒരു ഭൂതകാലം അവൾക്ക് മോശമുണ്ടെന്ന് കരുതി നീ അവളെ ഉപേക്ഷിക്കരുത്. ചില ചേട്ടന്മാരോട് പറയുന്ന, നീ അവളെ ചേർത്ത് പിടിക്കണം, പതുക്കെ നീ അവളെ സൗഖ്യപ്പെടുത്തണം, അവൾക്കൊരു ഹീലിംഗ് ആവശ്യമുണ്ട്. അപ്പോൾ ദൈവത്തിന് ആരെയും വിട്ടുകളയാൻ പറ്റില്ല. അപ്പം നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം, ഞാൻ പ്രശ്നങ്ങളെ മാത്രം അഡ്രസ്സ് ചെയ്യുന്നു. നല്ല കുടുംബജീവിതം നയിക്കുന്ന ഒരു വീഡിയോ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മനുഷ്യന്മാർക്കുള്ള, ഇപ്പോൾ എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. എനിക്ക് മനുഷ്യനെ ട്രസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം എനിക്ക് മനുഷ്യനെ മാനേജ് ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ആ ട്രസ്റ്റ് ഇഷ്യൂ എനിക്കുണ്ടായത്, ഞാൻ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്ത മനുഷ്യന്മാർ എന്നെ മുറിപ്പെടുത്തിയത് കൊണ്ടും എന്നെ ഉപേക്ഷിച്ച് പോയതുകൊണ്ടുമാണ് എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായത്. അപ്പോൾ ആ അനുഭവം എനിക്ക് ആരാ അനുവദിച്ചത്? എൻ്റെ ജീവിതം. അപ്പോൾ എന്നെ എങ്ങനെ നിങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റുമോ എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട്? പിന്നെ അത് തിരിച്ചറിഞ്ഞാൽ ഞാൻ അതിൽ വർക്ക് ചെയ്യണം. അത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ഒരാൾ, ഞാൻ എൻ്റെ ഭാര്യനെ ടോർച്ചർ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കാതെ എപ്പോഴെങ്കിലും അയാൾക്കൊരു വിളവ് കിട്ടിയാൽ അയാളത് മാറ്റാൻ വേണ്ടി ശ്രമിക്കണം. മാറ്റാൻ ആൾക്കൊരു തിരിച്ചറിവുണ്ടാകാൻ വലിയ പാടാണ്, പക്ഷെ മാറ്റാൻ വേണ്ടി ശ്രമിക്കും. ചില കുടുംബങ്ങൾ ഇങ്ങനെയാണ്. ദൈവത്തിന് കുടുംബങ്ങൾ തലമുറകൾ മൊത്തം പിശാചിൻ്റെ അക്കൗണ്ടിലോട്ട് പോകുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ദൈവമാണ് നമ്മുടെ. പിന്നെ പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഈ ഇങ്ങനെ എക്സ്ട്രാ മാരിറ്റൽ അഫെയറുകൾ, അതായത് ഈ സ്നേഹം മതിയാവാത്ത സ്ത്രീകളുണ്ട്. അവർക്കൊരിക്കലും സ്നേഹം മതിയാവില്ല. നിങ്ങൾ ഇങ്ങനെ സ്നേഹം കൊടുത്താൽ അവർക്ക് തോന്നും അങ്ങനെ സ്നേഹം വേണമെന്ന് തോന്നും. ഇത് അവരുടെ ഒരു പേഴ്സണാലിറ്റി ഇഷ്യൂ ആണ്.
അവരുടെ സ്വഭാവത്തിലൊരു ഇഷ്യൂ ആണ്. അതിൻ്റെ റൂട്ട് കോസ് കിടക്കുന്നത് ചിലപ്പോൾ ചൈൽഡ്ഹുഡിലായിരിക്കും. അവരുടെ അമ്മയിൽ നിന്നും അപ്പനിൽ നിന്നും അവർ സ്നേഹിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ചെറുപ്പം മുതലേ ഒരു അന്വേഷണം അവരുടെ ഉള്ളിലുണ്ടാകും. അത് നിങ്ങൾ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ നിങ്ങളത് മാറണം എന്നാണ് പറയുന്നത്. പക്ഷേ അതൊരു പേഴ്സണാലിറ്റി ഇഷ്യൂ ആണ്. അതൊരു അവസ്ഥയാണ് മനസ്സിൻ്റെ. അപ്പോൾ അവർക്ക് ഒരു റിലേഷൻഷിപ്പിലായാലും അവർ ചിലപ്പം ഒരു മെച്യൂരിറ്റി കാണിക്കാതിരിക്കും. ഒരു റിലേഷൻഷിപ്പിൽ കാണിക്കേണ്ട മെച്യൂരിറ്റി കാണിക്കാതിരിക്കുമ്പോൾ അവർ ചെയ്യുന്നത് തെറ്റാണ്. പക്ഷെ ആ തെറ്റിനെ പുറത്ത് അവളോട് ക്ഷമയോടുകൂടെ ബിഹേവ് ചെയ്യാനാണ് പ്രവാചകനോട് മോശമായൊരു സ്ത്രീ വിവാഹം കഴിക്കാൻ പറഞ്ഞ അതേ ദൈവം നമ്മളോട് ആവശ്യപ്പെടാം. നീ അവൾക്ക് ഇങ്ങനെ ഒരു കുറവുണ്ടെന്ന് അറിഞ്ഞിട്ട്, അവൾക്ക് തെറ്റ് പറ്റുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട്, അവൾ ഇമോഷണലി അവൾ വീക്കാണെന്ന് അറിഞ്ഞിട്ട് അവളെ പറ്റിക്കുന്ന ഈ ആണുങ്ങൾ, മറ്റു മോശം ആളുകളുള്ള ഈ ലോകത്ത് അവളെ നീ തനിച്ചാക്കിയിട്ട് നിനക്ക് ഈ കുരിശെടുക്കാൻ പറ്റത്തുണ്ട് നീ അവളെ ഉപേക്ഷിച്ചിട്ട് പോയാൽ അവൾ കൂടുതൽ നശിക്കത്തേ ഉള്ളൂ. നിനക്ക് ഹസ്ബൻഡിനൊരു ലൈഫ് ദുശ്ശീലം ഉണ്ടെന്ന് കരുതി നീ അവനെ ഉപേക്ഷിച്ചിട്ട് പോയാൽ അവൻ നശിക്കത്തേ ഉള്ളൂ. ആരും നശിക്കാൻ കർത്താവ് അനുവദിക്കത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്, മോനെ നിനക്ക് ഈ കുരിശെടുക്കാമോ? എനിക്കറിയാം നിനക്ക് പെയിനാണതെന്ന്, എനിക്കറിയാം നിന്നെക്കൊണ്ട് ഇത് പറ്റണില്ലെന്ന്, എനിക്കറിയാം നീ നിൻ്റെ മാക്സിമം സ്നേഹിക്കുകയും നീ മാക്സിമം നീ ആളെ ടച്ച് ചെയ്യാൻ ഹൈൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇതെല്ലാം എനിക്കറിയാം മോനെ. പക്ഷെ സമയമെടുക്കും. കുറച്ചും കൂടെ എന്നോടൊന്ന് സഹകരിക്കാമോ? അപ്പൻ ആരെയും വിട്ടുകളയാൻ പറ്റില്ല. അപ്പം നമ്മളോട് അപ്പം ഞാൻ പറഞ്ഞത് എന്താ, എൻ്റെ അപ്പനമ്മേനെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. എൻ്റെ അപ്പനമ്മയ്ക്കും കുറവുണ്ട്, ഞാൻ അവരെ അക്സെപ്റ്റ് ചെയ്തു. എൻ്റെ സിബിലിങ്സ് എന്നെ വേദനിപ്പിച്ചു, അതും ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഞാൻ ഒരു വയറ്റിൽ പിറന്നതാണ്, അപ്പം ഞങ്ങൾ തമ്മിൽ അങ്ങനെ പല പ്രശ്നമുണ്ടെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ എന്ത് പരാതിയാണ് ഈ ശരീരം ഒന്നായി തീർന്ന നിങ്ങളുടെ ഭർത്താവിനും ഭാര്യയെയും കുറിച്ച് നമുക്ക് പറയാൻ പറ്റുക? എന്തുകൊണ്ട് അതെൻ്റെ ജീവിതമാണെന്ന് കരുതി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല? അവിടെ മാത്രം നമ്മൾ എന്തുകൊണ്ട് ഒരു സെക്കൻഡ് ഓപ്ഷനിലേക്ക് പോകുന്നു? അവിടെ മാത്രം എന്തുകൊണ്ട് നമ്മൾ വിവാഹമോചനം നേടി എനിക്ക് കൃത്യമായിട്ടൊരു വേറെ പാർട്ട്ണർ ഉണ്ട് എന്ന് വിചാരിച്ചു പോകുന്നു? വിവാഹമോചനം നേടണ്ടെന്ന് ഞാൻ പറയില്ല കേട്ടോ, അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് പറ്റുമോ പറ്റില്ല എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ വിവാഹമോചനം ചെയ്യാൻ പാടില്ല എന്ന് ഒരിക്കലും പറയില്ല. ഞാൻ പറയുന്നത് ഇത് ജീവിതമാണെന്ന് കരുതി നിങ്ങൾ ഏറ്റെടുത്താൽ, ഇപ്പം ഞാൻ വളരെ മെലിഞ്ഞിരിക്കുന്നു, എൻ്റെ ദൈവം ഇങ്ങനെയാണ് സൃഷ്ടിച്ചത്, ഞാനതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പം എനിക്ക് ഒത്തിരി ബോഡി ഷേമിങ് കൊണ്ട് ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ കണ്ണ് കാണാത്തുള്ള ആളായിരുന്നെങ്കിൽ ഞാൻ പരാതി പറഞ്ഞിട്ടാണ് കാര്യം, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അതുപോലെ ഇതാണ് ജീവിതമെന്ന് കരുതി അൺകണ്ടീഷണലായിട്ട് നമ്മുടെ പാർട്ട്നേഴ്സിനെ സ്നേഹിക്കാൻ നമുക്ക് പറ്റണം. അതിനെന്തുകൊണ്ട് പറ്റണം ചോദിച്ചാൽ, നിങ്ങളല്ലാതെ മറ്റാരാ സ്നേഹിക്കുക? നിങ്ങൾ വിട്ട് കളഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ വിട്ട് കളഞ്ഞാൽ അവർക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ മുറിപ്പെടുന്നുണ്ട്, നിങ്ങൾ വേദനിക്കുന്നുണ്ട്, നിങ്ങൾ കുരിശിലേറുന്നുണ്ട്, നിങ്ങൾ ചാട്ടവാറടി കിട്ടുന്നുണ്ട്. ഫിസിക്കൽ അബ്യൂസിനെ ഒന്നും ഞാൻ ന്യായീകരിക്കില്ല കേട്ടോ, അതിനൊക്കെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. പക്ഷേ ഈ മനുഷ്യന്മാർ, ഈ മുറിവേറ്റ മനുഷ്യന്മാരാണ്, അവർക്ക് ഹീലിംഗ് കിട്ടുന്നില്ല. ഈ ഉപേക്ഷിച്ച് ബാല്യം മോശമായ മനുഷ്യന്മാരാ, അപ്പനമ്മയും തള്ളിക്കളഞ്ഞ മനുഷ്യന്മാരാ. ഇവരെ നമ്മളൊന്ന് കൈ പിടിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊരു ജീവിതം ഉണ്ടാകുന്നത്. അതാണ് ദൈവം നോക്കുന്നത്. നമ്മുടെ കംഫർട്ടല്ല നോക്കുന്നത്, നമ്മുടെ ഇഷ്ടങ്ങളല്ല നോക്കുന്നത്. ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ എൻ്റെ പാർട്ട്ണർ ബിഹേവ് ചെയ്തിട്ട് അവൾ ഹാപ്പിയായിട്ട് അതല്ല നോക്കുന്നത്. എൻ്റെ പാർട്ട്ണർ നശിക്കാതിരിക്കാൻ, ഞാൻ നശിക്കാതിരിക്കാൻ, ഈ കുടുംബജീവിതത്തെ എങ്ങനെ ചേർത്ത് നിർത്താമെന്നാണ് കർത്താവ് ചിന്തിക്കുന്നത്. ഒരു അപ്പൻ്റെ മനസ്സാണ് ദൈവത്തിന് ആരും അങ്ങനെ തള്ളിക്കളയാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും പറയില്ല, അഡ്വൈസ് അല്ല ഞാൻ പറയുന്നത്, അഡ്വൈസ് അല്ല, ജസ്റ്റ് ഞാൻ ഷെയർ ചെയ്തതാണ് ഇതിൻ്റെ ഒരു സ്പിരിച്വൽ സൈഡ്. ഇത് പറയുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്, കാരണം ഇത് ജീവിക്കാൻ എളുപ്പമല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ എനിക്കറിയാം അത്. പക്ഷേ വിട്ട് കളഞ്ഞാൽ പിന്നെ ആര്? കുറച്ചും കൂടെ സഹിക്കുക, കുറച്ചും കൂടെ ക്ഷമിക്കുക, കുറച്ചും കൂടെ കാത്തിരിക്കുക. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് എത്ര ശക്തമായ ക്രൂരമായ അമ്പുകൾ നിങ്ങളെ തേടി വന്നാലും നിങ്ങൾ ദൈവത്തെ പ്രതി ഇയാളോട് ക്ഷമിക്കാനും ദൈവത്തെ പ്രതി ബന്ധത്തിൽ നിലനിൽക്കാനും ഒക്കെ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മാക്സിമം ട്രൈ ചെയ്യും. നിങ്ങൾ അടിച്ചമർത്താൻ നിങ്ങളുടെ പാർട്ട്ണർ ട്രൈ ചെയ്യുന്നു, നിങ്ങളെ തോൽപ്പിക്കാൻ, നിങ്ങളെ വീട്ടിനുള്ളിൽ തന്നെ തളച്ചിടാൻ വേണ്ടി മാക്സിമം നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ മോശമായിട്ട് ബിഹേവ് ആണെങ്കിലും അത് നിങ്ങളെ ജീവിതത്തിൽ വിഷമമുണ്ടാവും, സ്ട്രഗിൾ ഉണ്ടാവും, സങ്കടം ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങളത് ഇല്ലാതാക്കില്ല, നിങ്ങളെ അത് തോൽപ്പിക്കില്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തോൽപ്പിക്കില്ല. അങ്ങനെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിവുള്ളവനാണ് ദൈവം. ഇതൊരു വലിയ ആത്മീയ രഹസ്യമാണ്. ഇത് 15 മിനിറ്റ് നിങ്ങളിരുന്ന് കേൾക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതൊരു വലിയ ആത്മീയ രഹസ്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഒക്കെ പാസ്റ്റും ചൈൽഡ്ഹുഡും ഒക്കെ ഒന്ന് ചിന്തിച്ച് നോക്കണം. അവരെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയതെന്നൊന്ന് ചിന്തിച്ച് നോക്കണം. നമുക്ക് അവരുടെ അനുകമ്പ തോന്നും, കരുണ തോന്നും. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളല്ലാതെ വേറെ ആരാ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ അതൊരു ട്രസ്റ്റ് ആണല്ലോ. ഓട്ടിസം ബാധിച്ച കൊച്ചിനെ എന്തിനാ തന്ന കർത്താവേ എന്ന് മാതാപിതാക്കൾ ചോദിക്കുന്നില്ലല്ലോ, തന്നു, അങ്ങ് സ്വീകരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും. ബാക്കിയൊക്കെ നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ എനിക്കറിയാവുന്ന ഒരു സ്പിരിച്വൽ നോളജ് ഷെയർ ചെയ്തെന്നുള്ളൂ. കൂടെ നിൽക്കണോ, ഉപേക്ഷിക്കണോ, സെപ്പറേറ്റ് ആണോ, ഇതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. പക്ഷെ ദൈവം മാക്സിമം നിങ്ങളെ തിരിച്ച് ഇയാളുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. നിങ്ങളല്ലാതെ മറ്റാര്? ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ.